നമസ്കാരം. തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അക്കം വെട്ടം നിരത്തിയാണ് ആർ എസ് എസിന്റെ മുഖപ്രസംഗമായ വാരികയിൽ ആർ എസ് എസ് ലേഖകർ എഴുതിയത്. എന്നാൽ പി എഫ് ഐക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവർ കോടതിയിൽ ഹർജിയും നൽകുകയും ചെയ്തു. ആ ഹർജിയാണ് നിലവിൽ ഹൈക്കോടതി എടുത്ത് ചവറ്റുകുട്ടയിൽ ഇടുകയും ചെയ്തത്. ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ വാരികയ്ക്കെതിരെ പോപ്പുലർ ഫ്രണ്ട് നൽകിയ മാനനഷ്ട കേസ് ഹൈക്കോടതി തള്ളി. നിരോധിത സംഘടനയായതിനാൽ പി എഫ് ഐ നിയമപരമായ സ്ഥാപനമല്ലെന്നും അത്തരമൊരു സംഘടനയ്ക്ക് അപകീർത്തി ബാധകമല്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിലവിലുള്ള കേസാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ റദ്ദാക്കിയത്. നിരോധിത സംഘടനയായ സിമിയുടെ മറ്റൊരു മുഖമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്നായിരുന്നു ഓർഗനൈസറിലെ ലേഖനം. 2017 സെപ്റ്റംബർ 17 ഇത് പ്രസിദ്ധീകരിച്ചത്. ലവ് ജിഹാദ്, ജമ്മു കാശ്മീരിലെ ഭീകരരെ റിക്രൂട്ട് ചെയ്യൽ, ബംഗളൂർ സ്ഫോടന പരമ്പര തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് ലേഖനത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഭാരത് പ്രകാശ് ലിമിറ്റഡിനും ഓർഗനൈസർ എഡിറ്റോറിയൽ ടീമിനുമെതിരെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേസ് നൽകിയത്. 499, 500 വകുപ്പുകൾ പ്രകാരമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി മാനനഷ്ട കേസ് നൽകിയത്. ഒന്നാമതായി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്ത് നിരോധിത സംഘടനയാണെന്നും ഒരു വസ്തുതയാണ്. 27/9/2022 ചട്ടമനുസരിച്ച് ആഭ്യന്തര മന്ത്രാലയം സെക്ഷൻ 3 വകുപ്പ് 1 നൽകിയ അധികാരങ്ങൾ വിനിയോഗിച്ച് കേന്ദ്ര സർക്കാർ നിരോധനം പ്രഖ്യാപിച്ച ഒരു സംഘടനയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമം 1967 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതിന്റെ അസോസിയേറ്റ് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് അല്ലെങ്കിൽ മുന്നണികൾ ഉൾപ്പെടുന്ന ബിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാൻസ് കൗൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ, റിഹാബ് ഫൗണ്ടേഷൻ കേരള എന്നിവ ഒരു നിയമവിരുദ്ധമായ സംഘടനയാണ്. അതിനാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ നിരോധിത സംഘടനയാണ്. അതിനാൽ ഹർജിക്കാരുടെ ചില പ്രസിദ്ധീകരണങ്ങൾ കാരണം നിരോധിത സംഘടനയ്ക്ക് അപകീർത്തി ഉണ്ടെന്ന് പറയാനാവില്ല എന്നും ഉത്തരവിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതേസമയം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കുന്നതിന് മുമ്പാണ് ലേഖനം പ്രസിദ്ധീകരിച്ചതും അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായ മുഹമ്മദ് ബഷീർ ഓർഗനൈസറിനെതിരെ പരാതി നൽകിയത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന തുടക്കം മുതൽ തന്നെ തീവ്രവാദ റിക്രൂട്ട്മെന്റുകളും രാജ്യത്തെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള സംഘർഷങ്ങളിൽ ചെന്ന് നുഴഞ്ഞു കയറി കലാപം സൃഷ്ടിക്കാനും കർഷക സമരത്തിൽ ആക്രമണങ്ങൾ അയച്ചുവിടാനും രാജ്യത്ത് തീവ്രവാദ ആക്രമണങ്ങൾക്ക് ധനസഹായം നൽകുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത്. 5 വർഷം നിരോധനമായിരുന്നു. അതിനുശേഷം കേന്ദ്ര സർക്കാർ വീണ്ടും 5 വർഷത്തേക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ അതായത് രാജ്യത്ത് ഉടനീളമായി മൊത്തത്തിൽ ആജീവനാന്തം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പൂട്ടിയിരിക്കുകയാണ്, നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ ഐക്യത്തെയും സമാധാനത്തെയും തകർക്കുക എന്ന ലക്ഷ്യമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇത്രയും കാലങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദ്രസ ക്ലാസ്സുകളിൽ അടക്കം കുട്ടികളെ മദ്രസ പഠിപ്പിക്കുന്ന വ്യാജേന തീവ്രവാദത്തേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു, ലവ് ജിഹാദ് ചെയ്യുന്നു. ജമ്മു കാശ്മീരിൽ പാകിസ്ഥാനിൽ നിന്ന് ഭീകരരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കേരളത്തിന്റെ അകത്തും പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് ഭീകരരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു. അങ്ങനെ സ്ഫോടന പരമ്പരകൾ അടക്കം ഇവർ ആസൂത്രണം ചെയ്യുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് പൂട്ടിയത്, PFI പൂട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഏത് ഹർജി കൊടുത്താലും അത് നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി തള്ളിയത്.